കൊല്ലത്ത് പകർച്ചവ്യാധി പടരുന്നു എന്നുള്ള വാർത്ത വരുന്നു. രണ്ടാഴ്ചക്കിടെ പകർച്ചവ്യാധി ബാധിച്ച് ചികിത്സ തേടിയത് 7473 പേരാണ്. 115 പേർക്ക് ഡെങ്കിപ്പനിയും 16 പേർക്ക് എലിപ്പനിയും 68 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണല്ലോ ഇത്രയധികം പേർക്ക് പനി പടർന്നു പിടിക്കുന്നതിനെ കുറിച്ച്. എന്താണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്? മുൻകരുതലുകൾ എങ്ങനെ? സുജിയ, മഴ ശക്തമായതോടുകൂടെ തന്നെയാണ് പകർച്ചവ്യാധികൾ ജില്ലയിൽ ആകമാനമുള്ളത്. അതായത് ജില്ലയുടെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള 7473 പേർ ചികിത്സ തേടിയതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. അതിൽ പനി ബാധിച്ചത് 663 പേർക്ക് പനിയുണ്ട്. എലിപ്പനി ബാധിച്ചവർ 16 പേർക്ക് എലിപ്പനി ബാധിച്ചിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ 48 പേർക്ക് ബാധിച്ചതായിട്ടും ഡെങ്കിപ്പനി 115 പേർക്കും അതോടൊപ്പം തന്നെ മലേറിയ 4 പേർക്കും ചിക്കൻ ബോക്സ് 68 പേർക്കും ബാധിച്ചതായിട്ടാണ് ഇപ്പോൾ സർക്കാർ രേഖകളിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾ തടയുന്നതിനായിട്ട് ആരോഗ്യവകുപ്പ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന മലിനജലം അത് തുറന്നു വിടണം. കൊതുകുകൾ പെരുകാനുള്ള സാധ്യത സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക, മറ്റു കാര്യങ്ങൾ സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും മഴ കനത്തതോടുകൂടെ തന്നെയാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ ജില്ലയിലാകമാനം പടർന്നു വ്യാപിച്ചിരിക്കുന്നത്. സുജയ, ഓക്കെ, ദിലീപ് ദേവസ്യാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പനി പടരുന്നുണ്ട്. പനിയുടെ പേര് പലതാണെങ്കിലും ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. തിളപ്പിച്ചാറിച്ച വെള്ളമൊക്കെ കുടിക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, പനിക്കാലമാണ്.